പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ലിസ്യു ഹാൾ, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലം വനാതിർത്തിയിൽ സൗരവേലി സ്ഥാപിക്കാൻ MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് UR പ്രദീപ് MLA. ഇതിനായി MLA ജില്ലാ കളക്ടർക്ക് കത്തു നൽകി. വനപാലകർക്ക് വേഗത്തിൽ വന്യജീവി സംഘർഷ മേഖലകളിൽ എത്തുന്നതിനായി എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം ബൊലേറോ ക്യാമ്പർ വാഹനവും അനുവദിച്ചു നൽകിയിട്ടുണ്ട്. കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് MLAയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് UR പ്രദീപ് MLA പറഞ്ഞു. ഇതിനായി MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മണ്ണാത്തിപ്പാറ മുതൽ വാഴക്കോട് പട്ടാണിക്കാട് വരെയുള്ള 15 കിലോമീറ്റർ നീളത്തിലാണ് ഇനി സൗരവേലി നിർമ്മിക്കാനുള്ളത്. ഈ പ്രവൃത്തിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകുവാൻ തൃശൂർ വനം ഡിവിഷണൽ ഓഫീസർക്ക് MLA നിർദ്ദേശം നൽകി. പഴയന്നൂർ പഞ്ചായത്തിലെ തിരുമണി വാഴോട് മുതൽ മണ്ണാത്തിപ്പാറ വരെയും എടപ്പാറ ഉന്നതി മുതൽ തായംകാട് നായാടി ഉന്നതി വരെയുമുള്ള 30 കിലോമീറ്റർ ഭാഗം 75.52 ലക്ഷം രൂപ വിനിയോഗിച്ച് സൗരവേലി ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന 15 കിലോമീറ്റർ നീളം കൂടി സൗരവേലി സ്ഥാപിക്കുവാനാണ് MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിക്കുന്നത്. സൗരവേലി നിർമ്മാണം പൂർത്തീകരിച്ചാൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പരിഹരിക്കുവാൻ കഴിയും. കുതിരാൻ തുരങ്കം നിർമ്മാണം പൂർത്തീകരിച്ച് അതിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചതു മുതലാണ് പഴയ റോഡിലൂടെ കാട്ടാനയും മറ്റ് വന്യജീവികളും പീച്ചി വനമേഖലയിൽ നിന്നും വാഴാനി മച്ചാട് വനമേഖലയിലേക്ക് യഥേഷ്ടം കടന്നുവരാൻ ഇടയായത്. ഇതുമൂലമാണ് മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര തുടങ്ങിയ പഞ്ചായത്തുകളിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാകാൻ കാരണമായത്. വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യം കണക്കിലെടുത്ത് തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം എളനാട് ഫോറസ്റ്റ് ഓഫീസ് ഹാളിൽ MLA UR പ്രദീപ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ തീരുമാനങ്ങളിലൊന്നായിരുന്നു വേഗത്തിൽ ശേഷിക്കുന്ന ഭാഗം കൂടി സൗരവേലി നിർമ്മാണം പൂർത്തീകരിക്കുക എന്നത്. വനപാലകർക്ക് കഴിവതും വേഗത്തിൽ വന്യജീവി സംഘർഷ മേഖലകളിൽ ഓടിയെത്തുന്നതിന് MLA ഫണ്ടിൽ നിന്നും 13.5 ലക്ഷം രൂപ വിനിയോഗിച്ച ബൊലേറോ ക്യാമ്പർ വാഹനവും എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം അനുവദിച്ചു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, വിവാഹനിശ്ചയം, പിറന്നാൾ, വാർഷികം, മീറ്റിംഗുകൾ, പഠന ക്ലാസുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ട അനുഭവമാക്കാൻ ലിസ്യു ഹാൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ഇഷ്ടപ്പെട്ട ഫോട്ടോ ലൊക്കേഷനുകളും ലിസ്യു ഹാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ലിസ്യു ഹാൾ, ചേലക്കര. ഫോൺ 9947771541.